ഇപ്പോൾ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ്. സംഘടനാ പ്രവർത്തകരായിരുന്ന ഘട്ടത്തിൽ എൻ്റെ നേതാവായിട്ടുള്ള ആളാണ്. KSFൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് സംസ്ഥാന നേതാവാണ്. SFI രൂപീകരണത്തെ തുടർന്ന് അദ്ദേഹം സെക്രട്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഞാനും അംഗമായിരുന്നു. കണ്ണൂരിലെ SFI പ്രവർത്തകനെന്ന നിലക്കാണ് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്നത്. അന്നേ അങ്ങേയറ്റം ആദരവ് ഉള്ള ഒരു നേതാവാണ് സഖാവ് ജി സുധാകരൻ. അദ്ദേഹം പാർട്ടിയിലും ഗവൺമെൻറ്റിലുമൊക്കെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചു. ഇന്ന് ഭുവനേശ്വരൻ രക്തസാക്ഷി ദിനത്തിൻ്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഞാനിവിടെ വന്നത്. സ്വാഭാവികമായിട്ടും സഖാവ് ഭുവനേശ്വരൻ സഖാവ് ജി സുധാകരൻ്റെ സഹോദരനാണ്. ആ നിലക്ക് കൂടി അദ്ദേഹത്തെ കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സന്ദർശിച്ചത്. ഞങ്ങൾ ദീർഘകാലമായിട്ടുള്ള ബന്ധത്തെ അനുസ്മരിക്കുകയുണ്ടായി. അതോടൊപ്പം സഖാവ് സുധാകരൻ്റെ കുടുംബാംഗങ്ങളെയും സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ കണ്ണൂർ സ്വദേശിയാണ്, കണ്ണൂർക്കാരി കൂടിയാണ്. അപ്പോൾ ആ നിലക്ക് വളരെയധികം സന്തോഷകരമായിട്ടൊരു മുഹൂർത്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് രാഷ്ട്രീയ നേതാക്കന്മാരെന്ന നിലക്ക് ഞങ്ങൾ സ്വാഭാവികമായിട്ടും കുറേ കാര്യങ്ങൾ അനുസ്മരിച്ചു. ഈ കുടുംബത്തോടൊപ്പം അല്പസമയം കഴിയാൻ അവസരമുണ്ടായതിൽ അങ്ങേയറ്റത്തെ സന്തോഷം. ഓക്കെ. പി ജയരാജൻ ജി സുധാകരനെ വസതിയിലെത്തി സന്ദർശിച്ച ശേഷം പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ജി സുധാകരനെ വിവിധ പാർട്ടിയിലെ നേതാക്കൾ വസതിയിലെത്തി സന്ദർശിക്കുന്നുണ്ട്. ഈ സന്ദർശനങ്ങളെല്ലാം അനാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചകളാണ്, ഇതിലൊന്നും അസ്വാഭാവികതയില്ല എന്നുമായിരുന്നു ജി സുധാകരൻ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചത്. ഇന്നിപ്പോൾ പി ജയരാജൻ നേരിട്ടെത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹവുമായി സംസാരിച്ച ശേഷം കൂടിക്കാഴ്ച നടത്തിയ ശേഷം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മനീഷ് ഐഷ മാത്യുവിൻ്റെ വിവരങ്ങളുമായിട്ട്. മനീഷ്, ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്താ കേന്ദ്രമാണ് ജി സുധാകരൻ്റെ വീട്. KC വേണുഗോപാൽ അദ്ദേഹത്തെ വീട്ടിലെത്തി സന്ദർശിച്ചു. അതിനുശേഷം K സുരേന്ദ്രൻ ഈ സുധാകരനെ പോലെയുള്ളവർ അവിടെ പാർട്ടിയിൽ അവഗണന നേരിടുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങൾ നടത്തി. ഇപ്പോൾ പി ജയരാജന്റെ സന്ദർശനവും വിവരങ്ങൾ. CPM നേതാവ് ജെ സുധാകരനുമായി പാർട്ടി സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ പറവൂരിലെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. സന്ദർശനം മറ്റൊന്നുമല്ല, സൗഹാർദ്ദപരമായ സന്ദർശനമായിരുന്നു എന്ന് ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം KC വേണുഗോപാലും അദ്ദേഹത്തെ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു. മനീഷ് ഐഷ മാത്യു ഉണ്ട്. മനീഷ്, കേൾക്കാമെങ്കിൽ പറയാം. മനീഷ്, കേൾക്കാമോ? നാളുകളായി കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും നിർണായകമാകുന്ന ഒരു വീടാകുകയായിരുന്നു ജി സുധാകരൻ്റെ പറവൂരുള്ള വീട്. അനേകം ചർച്ചകളാണ് ഈ ജി സുധാകരൻ്റെ വീടുമായി ബന്ധപ്പെട്ട് നടന്നത്. ആദ്യം അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇത്തവണ കേൾക്കാം പറഞ്ഞോളൂ മനീഷ്. ശരി, ജി സുധാകരന്റെ വീട്ടിൽ എത്തി പി ജയരാജൻ, പാർട്ടി സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ സന്ദർശിച്ചു. അതിനുശേഷം
പുറത്തിറങ്ങിയ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്താ ഫോക്കസ് തന്നെ ജി സുധാകരന്റെ വസതിയിലേക്കാണ്. വിവിധ പാർട്ടികളുടെ നേതാക്കൾ അദ്ദേഹത്തെ തുടർച്ചയായി വീട്ടിലെത്തി സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അവഗണിക്കുകയാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ മറ്റ് പല മുന്നണികളുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ അദ്ദേഹത്തിന്റെ പറവൂരിലെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്.